നമസ്കാരം. വേദിയിലുള്ളവരെല്ലാവരും അറിയാവുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ഷാനവാസ് ഡയറക്ടർ ഇബ്രാഷ് SCRP കയറ്റില്ല എന്ന സാഹചര്യത്തിൽ രമേഷ് ഗിരീഷ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് പരീക്ഷ സെക്രട്ടറി സന്തോഷ്. മൈക്ക് കിട്ടുന്നുണ്ടോ? ശരിയാവും. രാജ്യം അടിയന്തര സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഘട്ടമാണിത്. ഏവരും രാജ്യത്തോടൊപ്പവും സൈന്യത്തോടൊപ്പവും ആത്മാർത്ഥമായി നിലകൊള്ളുകയാണ്. ഈ ഘട്ടത്തിലും നമ്മുടെ ഭാവി തലമുറയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് SSLC പരീക്ഷാഫലം സമയബന്ധമായി പ്രഖ്യാപിക്കുന്നത്. SSLC പരീക്ഷ എന്നത് ജീവിതത്തിലെ ഒരു ഘട്ടം മാത്രമല്ല, ഒരു ഘട്ടം മാത്രമാണ്. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ കൂടുതൽ മികവിലേക്ക് കുതിക്കണം. യോഗ്യത നേടാത്തവർ പരീക്ഷയുടെ ആനുകൂല്യം ഉപയോഗിക്കണം. അധ്യാപകർ ഇവർക്ക് വേണ്ട സഹായവും സഹകരണവും നൽകണം. ഇവിടെ ജൈവവും തോൽവിയില്ല. ജീവിതത്തിന്റെ പ്രധാന ഘട്ടങ്ങളിൽ നിന്ന് ഒന്ന് കടന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. എല്ലാവരും ആത്മവിശ്വാസത്തോടെ ജീവിതം എന്ന പരീക്ഷയാണ് നേരിടേണ്ടത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ആശംസകൾ നേരുകയാണ്. SSLC, TH, SLC, KH, SLC പരീക്ഷ ഇവിടെ മാർച്ച് 2025 റിസൾട്ടിന്റെ പ്രസിദ്ധീകരണമാണ്. 2025 മാർച്ചിലെ SSLC, THSLC പരീക്ഷകളുടെ ഫലം പ്രസിദ്ധപ്പെടുത്തുകയാണ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഗൾഫ് മേഖലകളുമായി 3072 സെന്ററുകളിലായി 4,27,020 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. SSLC പ്രൈമറി വിഭാഗത്തിൽ 74 പേർ പരീക്ഷ എഴുതി. കേരളത്തിലെ 48 സെന്ററുകളിലായി 3057 വിദ്യാർത്ഥികൾ THSLC പരീക്ഷ എഴുതി. കേരള കലാമണ്ഡലത്തിൽ 66 വിദ്യാർത്ഥികൾ AHSLC പരീക്ഷ എഴുതി. 2025 മാർച്ച് 3 മുതൽ മാർച്ച് 26 വരെ പരീക്ഷകൾ നടത്തുകയും ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ 72 ക്യാമ്പുകളിലായി ഏപ്രിൽ മാസം 3 മുതൽ 26 വരെയുള്ള 14 പ്രവൃത്തി ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചു. ആകെ 9,851 അധ്യാപകരാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കാളികളായി. തുടർന്ന് പരീക്ഷാഫലം പ്രോസസിംഗ് നടപടികൾ പൂർത്തിയായി ഫലം പ്രഖ്യാപിക്കുകയാണ്. പരീക്ഷ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുവാൻ പരീക്ഷാ കമ്മീഷനോടൊപ്പം പ്രവർത്തിച്ച എല്ലാ പരീക്ഷാഭവൻ ജീവനക്കാരെയും പരീക്ഷാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാഭ്യാസ ഓഫീസർമാർ, പ്രഥമ അധ്യാപകർ, മൂല്യനിർണ്ണയ ക്യാമ്പിൽ നേതൃത്വം നൽകിയ അധ്യാപകർ എന്നിവരെ ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. പരീക്ഷയിലെ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥിനികൾക്കും എന്റെ അനുമോദനങ്ങൾ നേരുകയാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം കഴിഞ്ഞ് വൈകിട്ട് 4 മണി മുതൽ പരീക്ഷാ ഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതാണ്. ഇക്കൊല്ലം വിദ്യാർത്ഥികളുടെ സൗകര്യം മാനിച്ച് SSLC പരീക്ഷാ ഫലം ഡിജി ലോക്കറിലും ലഭ്യമായിട്ടുണ്ട്. SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,27,020. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,24,583. വിജയശതമാനം 99.5. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 99.69. കുറവ്
0.19%. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 61,449. കഴിഞ്ഞ വർഷത്തെ എണ്ണം 71,831. 10,382 വ്യത്യാസം കാണാം. SSLC പ്രൈവറ്റ് പുതിയ സ്കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 68. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 46. വിജയശതമാനം 67.65. SSLC പ്രൈവറ്റ് പഴയ സ്കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 6. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4. വിജയശതമാനം 66.67. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കണ്ണൂർ 99.87%. വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം 98.59%. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ലകൾ പാല, മാവേലിക്കര 100%. വിജയശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ 98.28%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം 4,115 വിദ്യാർത്ഥികൾ. 4,115 4115. കഴിഞ്ഞ വർഷം ഇത് 4,934. 819 കുറവുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കുറവുണ്ട്. ഗൾഫ് സെന്ററുകളുടെ പരീക്ഷാ ഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 7. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 681. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 675. വിജയശതമാനം 99.12%. 4 ഗൾഫ് സെന്ററുകൾ 100% വിജയം നേടിയിട്ടുണ്ട്. ലക്ഷദ്വീപ് സെന്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 9. ഉണ്ടോ? ക്ലിയർ ആയോ? ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ 428. വിജയശതമാനം 95.75%. ലക്ഷദ്വീപിലെ 4 സെന്ററുകളിൽ 100% വിജയം നേടിയിട്ടുണ്ട്. ലക്ഷദ്വീപിലെ എത്ര പേര് എഴുതിയെന്ന് പറഞ്ഞു? പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 447. നമ്മൾ ഇതിനിടയിൽ ഒരു സംശയം വന്നതിന്റെ ഇടയിലായിരുന്നു. കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെന്ററുകൾ PK MM HSS എടരിക്കോട് മലപ്പുറം 2017 കുട്ടികൾ. വിജയിച്ച കുട്ടികളുടെ എണ്ണം 2013. വിജയശതമാനം 99.8%. ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ എണ്ണം 299. ഏറ്റവും കുറവ് കുട്ടികളുടെ പരീക്ഷ എഴുതിയ സെന്റർ സെന്റ് ജോസഫ് സ്കൂൾ പെരട്ട കണ്ണൂർ 1 വിദ്യാർത്ഥി. ഇനി ഒന്നുകൂടെ ഉണ്ട്. തിരുവനന്തപുരം ഫോർട്ട് HSൽ 1 കുട്ടിയാണ് പരീക്ഷ എഴുതിയത്. അതെ, ഇതില് സെന്റ് ജോസഫ് സ്കൂൾ പെരട്ടയില് അവിടെ 1ാം ക്ലാസ്സിൽ 32 കുട്ടികളുണ്ട് ഇപ്പൊ പഠിക്കുന്നു.
രണ്ടാം ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്, മൂന്നാം ക്ലാസ്സിൽ 15 കുട്ടികളുണ്ട്, നാലാം ക്ലാസ്സിൽ 34 കുട്ടികളുണ്ട്, അഞ്ചാം ക്ലാസ്സിൽ 24 കുട്ടികളുണ്ട്, ആറാം ക്ലാസ്സിൽ 21 കുട്ടികളുണ്ട്, ഏഴാം ക്ലാസ്സിൽ 19 കുട്ടികളുണ്ട്, എട്ടാം ക്ലാസ്സിൽ 21 കുട്ടികളുണ്ട്, ഒമ്പതാം ക്ലാസ്സിൽ ഇപ്പോൾ 19 കുട്ടികളുണ്ട്, 10ാം ക്ലാസ്സിൽ ഒരു കുട്ടി. എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അത് പരിശോധിക്കുന്നു. ഫോർട്ട് സ്കൂളിലാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ 3 കുട്ടികൾ. സംസ്കൃതം പറഞ്ഞ അറിയാലോ. ആറാം ക്ലാസ്സിൽ 3 കുട്ടികൾ, ഏഴാം ക്ലാസ്സിൽ 4 കുട്ടികൾ, എട്ടാം ക്ലാസ്സിൽ 5 കുട്ടികൾ, ഒമ്പതാം ക്ലാസ്സിൽ 5 കുട്ടികൾ, 10ാം ക്ലാസ്സിൽ 1 കുട്ടി. ആകെ സ്കൂളിൽ 21 കുട്ടികൾ. ഇല്ല, ഞാനിപ്പോ ഇതിന്റെ രണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവസാനം ഞാൻ പറഞ്ഞു. THSLC പരീക്ഷ മാർച്ച് 2025. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 48. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 3055. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 3039. വിജയശതമാനം 99.48%. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 429. SSLC HI പരീക്ഷ മാർച്ച് 2025. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 29. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 207. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 206. വിജയശതമാനം 99.51. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 31. THSLC HI പരീക്ഷ മാർച്ച്. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 2. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 12. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 12. വിജയം 100%. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളില്ല. AHSLC പരീക്ഷ മാർച്ച് 2025. സ്കൂളിന്റെ പേര് കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ, വള്ളത്തോൾ നഗർ, ചെറുതുരുത്തി, തൃശൂർ. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 66. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 66. വിജയം 100%. ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം ഇല്ല. മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടിയ സ്കൂളുകളുടെ വിവരം. സർക്കാർ സ്കൂൾ 856, എയ്ഡഡ് സ്കൂൾ 1034, അൺഎയ്ഡഡ് സ്കൂൾ 441. ആകെ 2331 സ്കൂളുകൾ 100% വിജയം നേടി. 2331 സ്കൂളുകളാണ് 100% വിജയം നേടിയത്. ഏറ്റവും അധികം കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തി 100% വിജയം നേടിയ സ്കൂളുകൾ. സർക്കാർ സ്കൂളുകൾ GB HSS തിരൂർ 728 കുട്ടികൾ. എയ്ഡഡ് സ്കൂൾ AKN HSS കോട്ടൂർ 1455 കുട്ടികൾ. അൺഎയ്ഡഡ് സ്കൂള് നോക്കുമ്പോൾ സെന്റ് ജോസഫ് മോഡൽ HSS പുലിയച്ചിറ 242 കുട്ടികൾ. കഴിഞ്ഞ വർഷമൊന്നും പറയാത്ത ഒരു കാര്യം പറയുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് കുട്ടികളുടെ പരീക്ഷ വരും തൊട്ടെടുത്ത ശേഷം. കാരണം അങ്ങനെ അവർ പുറകോട്ട് പോകുകയാണെന്നൊക്കെ ഉള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഉണ്ടല്ലോ ചില പോകുന്നത്. പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം 39,981. വിജയിച്ച കുട്ടികളുടെ എണ്ണം 39,447. വിജയശതമാനം 98.66. ഫുൾ A+ കിട്ടിയ ഒരു കുട്ടിയുടെ എണ്ണം
2130. ഷെഡ്യൂൾ ട്രൈബിന്റെ പരീക്ഷ എഴുതിയ കുട്ടികളുടെ എണ്ണം 7279. വിജയിച്ച കുട്ടികളുടെ എണ്ണം 7135. വിജയ ശതമാനം 98.02%. ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം 162. ഈ പ്രാവശ്യം ഉള്ള SC/ST മേഖലയിലും പ്രത്യേക ഒരു ഡ്രൈവ് നടത്തിയിരുന്നു. പ്രത്യേക ശ്രദ്ധ കൊടുത്തിരുന്നു. പ്ലാനിംഗ് കൊണ്ട് സഹായപ്പെടുന്നു. അതിന്റെ നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഇതില് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം കേരളത്തിൽ ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇത്തവണ പട്ടികജാതി വിഭാഗത്തിൽ 98.66%, പട്ടികവർഗ വിഭാഗത്തിൽ 98.02% വിജയ ശതമാനം. അതേസമയം ഉത്തർപ്രദേശിൽ പട്ടികജാതി വിഭാഗത്തിൽ 89.55%, പട്ടികവർഗ വിഭാഗത്തിൽ 89.2% വിജയ ശതമാനം. ജാർഖണ്ഡിൽ ഇത് യഥാക്രമം 89.98%, 91.84%. ഒഡീഷയിൽ യഥാക്രമം 79.81%, 75.87%. ഉത്തരാഖണ്ഡിൽ യഥാക്രമം 87.8%, 90.26% വിജയ ശതമാനം. വിജയ ശതമാനം ഏറ്റവും കുറഞ്ഞ എയ്ഡഡ് സ്കൂൾ VKNM-EHSS വയ്യാറ്റുപുഴ 66.67%. വിജയ ശതമാനം കുറഞ്ഞ സർക്കാർ സ്കൂൾ ഗവൺമെന്റ് HS കരിക്കകം തിരുവനന്തപുരത്താണ് 73.68%. ഈ 10 വിജയ ശതമാനം കുറഞ്ഞ സ്കൂളുകളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് സ്കൂളുകളുടെയും എയ്ഡഡ് സ്കൂളുകളുടെയും ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു പരിശോധന നടത്താൻ വേണ്ടി കൂടെയാണ്. ഞാൻ പറഞ്ഞു ഗവൺമെന്റ് HS കരിക്കകം പറഞ്ഞു. GTWHS ആനക്കൽ 74%, ഗവൺമെന്റ് HS ഉത്തരംകോട് 76%, PSNM ഗവൺമെന്റ് ബോയ്സ് പേരുക്കട 80%, IHEP ഗവൺമെന്റ് HS 80%, GVHS അയ്യന്തോൾ 81%, ഗവൺമെന്റ് HS കുളത്തൂപ്പുഴ 83%, ഗവൺമെന്റ് HS സൗത്ത് ഏരിപ്പുറം 85%, ഗവൺമെന്റ് HS കടമത്ത് 89%, ഗവൺമെന്റ് HS ഓമല്ലൂർ 90%. എയ്ഡഡ് സ്കൂള് VKNM-EHS വയ്യാറ്റുപുഴ 66%, SNVHS നെടുങ്കണ്ടം 82%, സാന്താക്രൂസ് 85%, തിരുവള്ളൂർ HS മുട്ടപ്പള്ളി 85%, കൺകോടിയ HS പേരൂക്കട 86%, LFHS അന്തിയൂർക്കുളം 88%, VHSS ഫോർ ഗേൾസ് തിരുവല്ലം 89%, പഞ്ചായത്ത് HS പെരുമാട്ടി 90%, സെന്റ് വിൻസെന്റ്സ് HS കണിയാപുരം 91%, SKHS നെല്ലേപ്പള്ളി 93%. ഈ ശതമാനം നേടിയിട്ടുള്ള ഈ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം, ഇതിന് സമാന തുല്യമായ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം, അതായത് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർമാർ എന്തുകൊണ്ടാണ് ഇത് കുറഞ്ഞു വരുന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി ഈ ജൂൺ 2 സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ റിപ്പോർട്ട് നൽകണമെന്ന് ഉള്ള ഒരു തീരുമാനം ഇപ്രാവശ്യം കൈക്കൊള്ളുകയാണ്.
അന്വേഷണം നടത്തുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുണ്ടോ, അധ്യാപകരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ശരിയാവുന്നുണ്ടോ, അച്ചടക്കത്തിന്റെ വലിയ പ്രശ്നമുണ്ടോ, അങ്ങനെയുള്ള സമസ്ത പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു റിപ്പോർട്ടായിരിക്കും അവർ ശേഖരിച്ച് തരേണ്ടത്. സാധാരണഗതിയിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തോറ്റാൽ പുറകോട്ട് പോയി ആധാരം ശ്രദ്ധിക്കാറില്ല. പുനർമൂല്യനിർണ്ണയം, ഇത്തരം കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ ഈ മാസം 12 മുതൽ 17 വരെ ഓൺലൈനായി നൽകാവുന്നതാണ്. സേ പരീക്ഷ, ഉപരിപഠനത്തിന് അർഹത നേടാത്ത റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള സേ പരീക്ഷ 2025 മെയ് 28 മുതൽ ജൂൺ 2 വരെ നടത്തും. ജൂൺ അവസാനം വാരം ഫലം പ്രഖ്യാപിക്കുന്നതുമാണ്. ഉപരിപഠനത്തിന് യോഗ്യത നേടാത്ത വിദ്യാർത്ഥികൾക്ക് പരമാവധി 3 വിഷയങ്ങൾ വരെ സേ പരീക്ഷ എഴുതാവുന്നതാണ്. 2025 മാർച്ച് പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയവരുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കറിൽ ലഭ്യമാക്കുന്നതാണ്. SSLC മാർക്ക് ഷീറ്റ്, SSLC പരീക്ഷയുടെ മാർക്ക് ഷീറ്റ് കുട്ടികൾക്ക് നേരിട്ട് നൽകുന്നതിന് സർക്കാർ ഉത്തരവ് നൽകിയിട്ടുണ്ട്. പരീക്ഷാഫലം പ്രഖ്യാപിച്ച് 3 മാസങ്ങൾക്ക് ശേഷം പരീക്ഷാ സെക്രട്ടറിയുടെ പേരിൽ 500 രൂപയുടെ DD സഹിതം പരീക്ഷാ ഭവനിൽ അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് മാർക്ക് ഷീറ്റ് നൽകുന്നതാണ്. 2025 ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ സേ പരീക്ഷയുടെ ഫലപ്രഖ്യാപനം കൂടി കഴിഞ്ഞ് 2025 ജൂൺ 3-ാം വാരം മുതൽ ലഭ്യമാകുന്നതാണ്. മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടിയ സ്കൂളുകളുടെ വിവരം. ആദ്യം പറഞ്ഞത് സർക്കാർ സ്കൂളാണ്. ആകെ സർക്കാർ സ്കൂൾ 167, 1167. 100% വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണം 886. എയ്ഡഡ് സ്കൂളുകൾ, ആകെ സ്കൂളുകൾ 1424. 100% വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണം 1034. അൺഎയ്ഡഡ് സ്കൂളുകൾ, ആകെ സ്കൂളുകൾ 465. 100% വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണം 441. ആകെ 2331 സ്കൂളുകൾ 100% വിജയം നേടി. 2331 സ്കൂളുകൾ 100% വിജയം നേടി. നമ്മുടെ SSLC പരീക്ഷയുടെ വിഷയങ്ങളുടെ ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ ഞങ്ങൾ നടത്തിയപ്പോൾ ഗണിതം, ഫിസിക്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, കെമിസ്ട്രി, ബയോളജി, ഹിന്ദി, മലയാളം, ഇൻഫർമേഷൻ ടെക്നോളജി എല്ലാം ശരാശരി 99% നിൽക്കുകയാണ്. സാമാന്യം മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ്. ഗണിതം 99.80, ഫിസിക്സ് 99.87%, സോഷ്യൽ സയൻസ് 99.88%, ഇംഗ്ലീഷ് 99.89%, കെമിസ്ട്രി 99.92%, ബയോളജി 99.92%, ഹിന്ദി 99.97%, മലയാളം 99.98%, ഇൻഫർമേഷൻ ടെക്നോളജി 99.99%. ഈ മാധ്യമങ്ങളിൽ നിർബന്ധമുള്ള വരേണ്ട കാര്യങ്ങളാണ് എണ്ണി പറയാൻ വേണ്ടി പോകുന്നത്. ഈ അഡ്മിഷൻ കമ്മിറ്റി, ഹയർ സെക്കൻഡറി പ്രവേശന നടപടികളുടെ നിർവഹണത്തിന് സ്കൂൾ പ്രിൻസിപ്പൽ കൺവീനറായി 5 അംഗ അഡ്മിഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കും. പ്രസ്തുത കമ്മിറ്റിയിൽ ഹയർ സെക്കൻഡറി IT കോർഡിനേറ്ററായിട്ടുള്ള അധ്യാപകരടക്കം 4 സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ ഉണ്ടായിരിക്കുന്നതാണ്.
കമ്മിറ്റിയുടെ കാര്യക്ഷമമായ മേൽനോട്ടവും പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വവും അതാത് സ്കൂൾ പ്രിൻസിപ്പാളിന് നിക്ഷിപ്തമാണ്. ബാച്ചുകൾ കൂടുതലുള്ള സ്കൂളുകളിൽ കൂടുതൽ അധ്യാപകരെ അഡ്മിഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുവാനും അതാത് പ്രിൻസിപ്പൽമാർക്ക് അനുമതി ഉണ്ടായിരിക്കുന്നതാണ്. പ്രവേശന നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഓരോ സ്കൂളിലെയും അഡ്മിഷൻ കമ്മിറ്റി രൂപീകരിച്ച് കൊണ്ടുള്ള പ്രിൻസിപ്പാളിന്റെ നടപടിക്രമത്തിന്റെ പകർപ്പ് ഏകജാലക പ്രവേശനം നിയന്ത്രിക്കുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ ICT സെല്ലിന്റെ ഔദ്യോഗിക ഇമെയിലിലേക്ക് അയക്കേണ്ടതാണ്. പല സ്ഥലങ്ങളിലും പ്രിൻസിപ്പൽ മാത്രമോ HM മാത്രമോ 1-2 ആൾക്കാർ മാത്രം ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അതിനൊരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമമാണ്. മറ്റൊരു കാര്യം വെച്ചാൽ അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്രവേശനമാണ്. പല സ്കൂളുകളിലും പ്രവേശനം റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഏതാണ്ടായി. ഞാൻ ഗവൺമെന്റ് തീരുമാനമാണ് പറയുന്നത്. കേരള സംസ്ഥാന ഹയർ സെക്കൻഡറി ബോർഡ് സിലബസ് പ്രകാരം +2 കോഴ്സിന് സംസ്ഥാനത്തെ അംഗീകൃത അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ +1 പ്രവേശനം നേടുന്നതിന് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ +1 പ്രവേശനത്തിന് നിഷ്കർഷിച്ചിട്ടുള്ള നിശ്ചിത യോഗ്യത ആവശ്യമാണ്. 1-ാം വർഷ പ്രവേശനത്തിന് മുൻപായി സ്കൂൾ പ്രിൻസിപ്പൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ സീറ്റ് മെട്രിക്സ് പ്രകാരം തന്നെയാണ് വിവിധ കോഴ്സുകളിലെ പ്രവേശനം എന്നത് അതാത് സ്കൂൾ പ്രിൻസിപ്പൽമാർ ഉറപ്പാക്കേണ്ടതാണ്. അൺഎയ്ഡഡ് സ്കൂളുകളിലെ ഓരോ കോഴ്സിലെയും ഓരോ ബാച്ചിലെയും ആകെ സീറ്റുകൾ 40% സീറ്റുകൾ മെറിറ്റ് അടിസ്ഥാനത്തിലും, അതാണ് പ്രധാനപ്പെട്ട സംഗതി. 40% സീറ്റുകൾ മെറിറ്റ് അടിസ്ഥാനത്തിലും 12% സീറ്റുകൾ പട്ടികജാതി വിഭാഗത്തിൽ മെറിറ്റ് അടിസ്ഥാനത്തിലും 8% സീറ്റുകൾ പട്ടികവർഗ വിഭാഗത്തിന് മെറിറ്റ് അടിസ്ഥാനത്തിലും പ്രവേശനം ഉറപ്പാക്കേണ്ടതാണ്. 60% സീറ്റുകളിൽ മെറിറ്റ് സംവരണ തത്വം എന്നിവ പാലിച്ച് പ്രവേശനം ഉറപ്പാക്കേണ്ടത് സ്കൂൾ അധികൃതരുടെ ഉത്തരവാദിത്വമാണ്. ബാക്കിയുള്ള 40% സീറ്റുകൾ മാനേജ്മെന്റ് കോട്ട സീറ്റുകളാണ്. മാനേജ്മെന്റ് കോട്ട സീറ്റുകളിലേക്ക് പ്രവേശനം നടത്തുന്നതിനുള്ള അധികാരം അതാത് മാനേജ്മെന്റുകളിൽ നിക്ഷിപ്തമാണ്. പട്ടികജാതി പട്ടികവർഗ അപേക്ഷകർ ആവശ്യത്തിലില്ലാത്ത പക്ഷം ഒഴിവുള്ള സീറ്റുകൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ നികത്താവുന്നതാണ്. സ്കൂൾ തലത്തിൽ പ്രവേശനത്തിനായി തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് നിർദ്ദിഷ്ട ഷെഡ്യൂൾ അനുസരിച്ച് മാത്രമേ പ്രസിദ്ധീകരിക്കുവാനും അഡ്മിഷൻ പ്രക്രിയ ആരംഭിക്കുവാനും പാടുള്ളൂ. ഇപ്രകാരം പ്രവേശനങ്ങളുടെ ഗ്രേഡ് പോയിന്റ് അടക്കമുള്ള വിശദാംശങ്ങൾ സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. റാങ്ക് ലിസ്റ്റിൽ SSLC രജിസ്റ്റർഡ് നമ്പർ, വിദ്യാർത്ഥിയുടെ പേര്, ജെൻഡർ, ജനനതീയതി, കാറ്റഗറി, WGPA, റാങ്ക് എന്നീ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. ഇതിന് വിരുദ്ധമായി നടത്തുന്ന പ്രവേശനങ്ങൾ പുനഃപരിശോധിക്കുവാനും ആവശ്യമെങ്കിൽ റദ്ദ് ചെയ്യുവാനുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. ഇത് ഞാൻ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആൾക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. SSLCയുടെ പരീക്ഷാഫലം വരുന്നതിന് മുമ്പ് തന്നെ +1 അഡ്മിഷന് അപേക്ഷ കൊടുക്കുകയും അവിടെ ലിസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യാൻ അതൊന്നും പറ്റില്ല. ഇതനുസരിച്ച് നടത്താൻ പറ്റും. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ധാരാളം ടെലിഫോൺ കാർഡുകൾ വരികയാണ്. കാസർഗോഡ്, കണ്ണൂർ, അവിടെ നിന്നെല്ലാം സാധാരണക്കാർ എവിടെ നിന്നാണ് നമ്പറെല്ലാം സംഘടിച്ച് തരികയാണ്. ഗവൺമെന്റ് സ്കൂൾ അടക്കം പ്രവേശനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ 2000 രൂപ, 3000 രൂപ, 4000 രൂപ, 5000 രൂപ ഞാൻ എന്ത് ചെയ്തിട്ട് സാധനത്തിന് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളൊരു വ്യക്തമായ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഞാനത് പറയുകയാണ്. സ്കൂൾ PTA കമ്മിറ്റി എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്ന നിലയിലല്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂൾ PTA കമ്മിറ്റികളെ അന്വേഷണം നടത്തി പിരിച്ചു. ഒരു നിമിഷമാണ് പറ്റുന്നത്. സ്കൂൾ PTA കമ്മിറ്റിയുടെ പ്രസിഡന്റായ ഒരാൾക്ക് തുടരുന്നതിനുള്ള തുടർച്ചയായ കാലാവധി സംബന്ധിച്ച് പല തർക്കങ്ങളും ചില സ്കൂളുകളിൽ കൊണ്ടുവരുന്നുണ്ട്. സർക്കാർ ഉത്തരവ് നമ്പർ 14/14/2022 പ്രകാരം PTA പ്രസിഡന്റ് തുടർച്ചയായ പരമാവധി കാലാവധി 3 വർഷമായി പരിമിതപ്പെടുത്തി ഉത്തരവിറക്കിയിട്ടുണ്ട്. ഉത്തരവ് നമ്പറൊക്കെ ഉണ്ട്. PTA അംഗത്വവും ഫീസും അനുവദനീയമായ തുക. സ്കൂളുകളിലെ PTA അംഗത്വവും വർഷം തോറും എല്ലാ രക്ഷിതാക്കളും നിർബന്ധമായും പുതുക്കേണ്ടതായതിന്റെ അംഗത്വ ഫീസിന്റെ പ്രതിശീർഷ നിരക്ക് താഴെ പറയുന്ന പ്രകാരം നിജപ്പെടുത്തിയിരിക്കുന്നു. LP വിഭാഗം 10 രൂപ, UP വിഭാഗം 25 രൂപ, ഹൈസ്കൂൾ വിഭാഗം 50 രൂപ, ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 200 രൂപ,
സർക്കാർ ഇതേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് വളരെ പണ്ട് നിശ്ചയിച്ച ഫീസാണ്. അത് നമുക്കത് കുറച്ച് മാറ്റം വരുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട് PTA യുടെ പ്രവർത്തനത്തിന്. പക്ഷെ ഇപ്പം ഈ പൈസ വാങ്ങാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ചോദിക്കുന്ന കാശ് കൊടുത്തില്ലെങ്കിൽ അഡ്മിഷൻ തരില്ലെന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ പറഞ്ഞുവിടാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ പരാതി കിട്ടിയാൽ കടുത്ത നടപടിയിലേക്ക് പോകുന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. പാവങ്ങളാണ് കഷ്ടപ്പെടുന്നത്. പിന്നെ പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള പിരിവിനെ പറ്റി പറയുന്നുണ്ട്. നിങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നവരാ. മുൻവർഷത്തിലെ 3-ാം ടേമിലെ PTA ജനറൽ ബോഡി യോഗം തീരുമാനിക്കുകയാണെങ്കിൽ സ്കൂളിലെ നടപ്പ് അക്കാദമി വർഷത്തെ പ്രത്യേക നിർവചിക്കപ്പെട്ടിട്ടുള്ള അക്കാദമി ആവശ്യങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന പരമാവധി നിരക്കിൽ ഓരോ വിഭാഗത്തിലും വിദ്യാർത്ഥി രക്ഷിതാക്കളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാവുന്നതാണ്. അവിടുത്തെ വാർഷികത്തിനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സ്കൂളിന് LP വിഭാഗം 20 രൂപ, UP വിഭാഗം 50 രൂപ, ഹൈസ്കൂൾ വിഭാഗം 100 രൂപ, ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 400 രൂപ. ഓരോ രക്ഷിതാവിനെയും മേൽപ്പറഞ്ഞ തുക കൊടുക്കുവാൻ നിർബന്ധിക്കുകയോ പ്രസ്തുത തുക കൊടുക്കാത്ത രക്ഷിതാവിന്റെ മകന് സ്കൂൾ പ്രവേശനം നിഷേധിക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അനുവദനീയമായി പിരിച്ചെടുക്കാൻ കഴിയുന്ന തുകകൾ ഇതായിരിക്കെ സ്കൂളിലെ PTA അംഗത്വ, പ്രത്യേക ആവശ്യങ്ങൾക്കായുള്ള പണപ്പിരിവ് എന്നിവ സംബന്ധിച്ച് വിവിധങ്ങളായ പരാതികൾ ഇന്ന് രക്ഷിതാക്കളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ചില PTA കമ്മിറ്റികൾ സ്കൂൾ അധ്യയന കാര്യങ്ങളിലും സ്കൂൾ അധികൃതരുടെ ഭരണപരമായും സർവീസ് സംബന്ധമായുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന സംബന്ധിച്ച പരാതികൾ വരുന്നത്. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് PTA-കൾക്കോ വ്യക്തികൾക്കോ ആക്ഷേപമുള്ള പക്ഷം പരാതി ലഭ്യമാക്കിയാൽ വകുപ്പിലെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ആവശ്യമായ പരിശോധനകൾ നടത്തുമെന്നിരിക്കെ ചില സ്കൂളുകളിലെങ്കിലും PTA-കളും SMC-കളും തങ്ങളിൽ നിക്ഷിപ്തമായ അധികാരങ്ങൾക്കപ്പുറം സ്കൂളിലെ അധ്യയന കാര്യത്തിലും ഭരണപരമായ കാര്യത്തിലും ഇടപെട്ട് സ്കൂളുകളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ ഈ കാര്യങ്ങൾ ആവശ്യമായ ആലോചന നടത്തി തുടർ തീരുമാനങ്ങൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. PTA-യുടെ അമിതാധികാര പ്രവണത സംബന്ധിച്ച് നിരവധിയായ പരാതികളാണ് സർക്കാരിന് ദിനംപ്രതി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ PTA-ക്ക് ഗവൺമെന്റ് എതിരില്ല. ഗവൺമെന്റ് PTA വേണമെന്ന് ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. അതുപോലെ തന്നെ സ്കൂൾ സപ്പോർട്ടിംഗ് കമ്മിറ്റിക്ക് ഞങ്ങൾ എതിരില്ല. പക്ഷെ അവിടെ നടക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളുടെ പുറത്ത് സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറ്റില്ല. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ചോദിക്കുന്ന കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ അഡ്മിഷൻ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്ന് നിഷേധിക്കപ്പെട്ടാൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലയിലുള്ള കർശന നടപടിയായിരിക്കും സ്വീകരിക്കാൻ വേണ്ടി പോകും. ആ കാര്യത്തിൽ എല്ലാ വിദ്യാലയങ്ങളെ അറിയിക്കാൻ വേണ്ടി അറിയിക്കുക. ഈ കാര്യം ഈ അഡ്മിഷൻ സമയത്ത് ഡെപ്യൂട്ടി ഡയറക്ടർമാരും DO-മാരും AIO-മാരും പരാതി ഉണ്ടെങ്കിലും റാൻഡം ചെക്കിങ്ങും പരിശോധനയും എല്ലാ സ്കൂളുകളിലും നടത്തണം. അതിനുവേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ കാസർഗോഡ് ഒരു രക്ഷകർത്താവ് 5000 രൂപയിൽ ചോദിച്ചിരിക്കും. എന്റെ മകനെ എവിടെ ചേർത്തിട്ടെന്ന് എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞു, ഇയാളൊരു ഇമെയിൽ അയക്കാനൊന്നും അയക്കാൻ അറിയില്ല. ഒരു പരാതിയെങ്കിലും എഴുതി എന്റെ പേരിൽ ഇങ്ങോട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അത് നമുക്ക് അവസാനിപ്പിച്ചാലേ പറ്റൂ. ഒരു കാര്യം കൂടി ഇക്കൂട്ടറെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ ഈ കാശ് വാങ്ങിയ അഡ്മിഷനും കുട്ടികളെ വിദ്യാഭ്യാസ അവകാശ നിയമമുണ്ട്. അധ്യായം 2 അതിൽ 1-ാം നിർദ്ദേശത്തിൽ 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള ഓരോ കുട്ടിക്കും അവന്റെ അല്ലെങ്കിൽ അവളുടെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാവുന്നവരെ സമീപ പ്രദേശത്തെ ഒരു സ്കൂളിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. ആ അവകാശത്തിൽ നിന്ന് ഒരു സ്കൂൾ അധികാരികൾക്ക് എടുത്ത് കളയാൻ വേണ്ടി കഴിയില്ല. സ്ക്രൈബിന്റെ സഹായം ലഭ്യമായ പ്രത്യേക പരിഗണന അറിയിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ 26,129 കുട്ടികളെ പരീക്ഷിക്കുന്നു.
സ്ക്രൈബിന്റെ സഹായത്തിലുണ്ടായത്. ഓരോ ജില്ലയ്ക്കും പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതലുള്ളത്, ഏറ്റവും കുറവുള്ള കൊല്ലം ജില്ലയുണ്ട്. എന്റെ നമ്പറിൽ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും സ്ക്രൈബിന് പൊതുവിലും പല പരാതികളും ലഭിക്കുന്നു. സ്ക്രൈബിന്റെ മാത്രം ഉദ്ദേശം വേണ്ടില്ല, അല്ല അതെടുത്തിട്ടില്ല. പല രേഖകളും ഈ പ്രാവശ്യം ആദ്യമായിട്ട് കൊണ്ടുവരികയാണ്. അത് ശതമാനം എടുത്തരാം. സന്തോഷേ, എടുക്കാൻ പറ്റി, പിന്നെ എടുക്കാൻ പറ്റി. യഥാർത്ഥ സ്ക്രൈബ് ആവശ്യമുള്ളവർക്ക് സ്ക്രൈബ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു തെറ്റുമില്ല. അത് കൊടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതിന് തയ്യാറാണ്. പക്ഷേ കൊണ്ടുവരുന്ന സർട്ടിഫിക്കറ്റ് പല നിലയിൽ കൊണ്ടുവരുന്നുണ്ട്. അത് പല ഘട്ടങ്ങളിലും പല ഉദ്യോഗസ്ഥന്മാർ അംഗീകരിക്കപ്പെടുന്നുണ്ട്. അതാണ് ഞാൻ ഈ നമ്പർ തന്നെ പറയാൻ കാര്യം. 26,109 എന്നുള്ള നമ്പർ തന്നെ പറയാൻ കാര്യം അതാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഇത് പറഞ്ഞു എന്നതുകൊണ്ട് എനിക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനും ആരും ഇതിലാവില്ല. ഞങ്ങളത് പുതിയൊരു സത്യം പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറയുന്നത്, അരമണിക്കൂർ ആയതുകൊണ്ട് SSLC പരീക്ഷയിൽ ആകെ വിജയിച്ച കുട്ടികളുടെ എണ്ണം 4,24,583. നമ്മൾ പറഞ്ഞ് കാണാൻ എല്ലാവരും പറയാം. ഹയർ സെക്കൻഡറി സീറ്റുകളുടെ ആകെ എണ്ണം 4,41,887. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സീറ്റുകളുടെ എണ്ണം 33,030. ആകെ സീറ്റുകൾ 4,74,917. പിന്നെ ഇതാണ് നമ്മുടെ ഒന്നുകൂടെ പറയണം. SSLC പരീക്ഷയിൽ ആകെ വിജയിച്ച കുട്ടികളുടെ എണ്ണം 4,24,583. അവർ ജയിച്ചൊരു ഹയർ സെക്കൻഡറിയിലാണല്ലോ ചേരാൻ വേണ്ടി പോകുന്നത്. ഹയർ സെക്കൻഡറി സീറ്റുകളുടെ ആകെ എണ്ണം 4,41,887. ആഡ് ചെയ്യേണ്ടതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സീറ്റുകൾ ഉണ്ട്. അത് +1 SSLC ജയിച്ചവരാണ് ചേരാൻ പോകുന്നത്. അത് 33,030. അങ്ങനെ അതെല്ലാം കൂടി ആകെ സീറ്റുകൾ കൂട്ടുമ്പോൾ 4,74,917. അപ്പൊ ആ സീറ്റും നമ്മൾ ജയിച്ച കുട്ടികളുടെ എണ്ണത്തിൽ നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 50,334 സീറ്റ്. 50,334. മലപ്പുറം ജില്ലയിൽ പാസ്സായ ആകെ കുട്ടികളുടെ എണ്ണം 79,272. മലപ്പുറം ജില്ലയിൽ പാസ്സായ ആകെ കുട്ടികളുടെ എണ്ണം 79,272. മലപ്പുറം ജില്ലയിൽ ലഭ്യമായ ആകെ ഹയർ സെക്കൻഡറി 1ാം വർഷ സീറ്റുകളുടെ എണ്ണം 78,331. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സീറ്റുകളുടെ എണ്ണം 2,850. മലപ്പുറത്തെ ആകെ സീറ്റുകൾ 81,182. അധിക സീറ്റുകൾ ITA പോളിടെക്നിക് ഒഴികെ 1910. ITയിലെ സീറ്റും പോളിടെക്നിക്കിലെ സീറ്റും കൂട്ടാതെ 1910 സീറ്റ് വ്യത്യാസം വരും. നമുക്ക് സ്കൂൾ അക്കാഡമിക് കലണ്ടർ പിന്നെ പറയാല്ലേ. സ്കൂൾ അക്കാഡമിക് കലണ്ടർ ഉണ്ട്. ഫോക്കസ് പോയിന്റ് വളരെ പ്രാധാന്യമുണ്ട്.
10 മിനിറ്റ് എടുക്കട്ടോ. ഇത് കഴിഞ്ഞ് ഇതിന്റെ ചോദ്യം കഴിഞ്ഞിട്ട് അടുത്ത് പോകുന്നില്ല, അതല്ലേ വേറൊരു സെക്ടറാണ്. എന്താണ് റിസൾട്ട് കൈമാറി? മാഡം സെക്രട്ടറി എന്നുള്ള നിലയിൽ വാങ്ങുന്ന നേരിയ ശതമാനമാണ് ഈ വിജയം കുറഞ്ഞതെങ്കിലും ഈ ഫുൾ A+ൽ 10,000-ന്റെ കുറവ്. എന്താണ് അത് സംഭവിച്ചത്? കാരണം ചോദിക്കാൻ കാരണം കഴിഞ്ഞ വർഷമാണ് A+ കിട്ടിയ ആളുകളിലും എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളുണ്ടെന്നുള്ള വിദ്യാഭ്യാസ ഡയറക്ടർ പ്രസ്താവിച്ചത് ചർച്ചയായി. അല്ല, അത് വേറൊരു വിഷയം പ്രശ്നം ഉന്നയിച്ചാണ് അദ്ദേഹം, വിവാദത്തിലേക്കല്ല പോകുന്നത്. അപ്പൊ അതിനുശേഷം ഈ ചർച്ചകൾ ഉയർന്നു വന്നല്ലോ ഈ മൂല്യനിർണ്ണയത്തെ സംബന്ധിച്ച്. അപ്പൊ അതിൽ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത കാണിച്ചതിന്റെ ഭാഗമായിട്ടാണോ ഇത്രയും? എന്റെ മണിയുണ്ട, നമുക്കൊന്ന് സ്ട്രോങ് ആവാം. നോക്കുന്ന മെല്ലെ മെല്ലെ നോക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വിഷയങ്ങളിൽ നമുക്ക് തൊട്ടുപോവാം. അതങ്ങനെ ബുദ്ധിമുട്ടാണ്. മണിയണ്ണ പറഞ്ഞതിൽ അതിന് ഉത്തരവുണ്ട്. മൂല്യനിർണ്ണയം ശ്രദ്ധിച്ചുകൊണ്ടാണ് അല്ല നമ്മള് സെക്രട്ടറി പറഞ്ഞു നമ്മുടെ ഈ പ്രാവശ്യം ഈ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വാക്കുകൾ മാത്രം നടത്തിയുള്ള കാര്യമില്ലല്ലോ. എല്ലാ നിലയിലും ഗുണനിലവാരം മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ പരീക്ഷകളിൽ അത് നമ്മൾ പ്രകടിപ്പിക്കണം. അതിൽ പരീക്ഷകളിൽ എഴുതുമ്പോൾ കിട്ടുന്ന റിസൾട്ട് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. അല്ലാതെ കിട്ടുന്ന അവസരം നോക്കി ഇപ്പോ കണ്ടിന്യൂ അവർക്ക് 20 മാർക്ക് കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ. കണ്ടിന്യൂ, അതെ, നിരന്തര മൂല്യം തന്നെ. അതെല്ലാം ലഭിക്കേണ്ട അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതെല്ലാം ഈ പ്രാവശ്യം വളരെ കഷ്ടമായി നോക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്. ഫലപരമായി കുറച്ചുകൂടെ ഒരു നിലവാരമുള്ള റിസൾട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് നിലവാരമുള്ള റിസൾട്ടാണ്. എട്ടാം ക്ലാസിന്റെ പിന്നെ നമ്മുടെ പരീക്ഷ നടത്തിയത് സബ്ജക്റ്റിന് അതിന്റെ നല്ല നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത്. നാട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് വന്നിരിക്കുന്നു. അധ്യാപക സംഘം എല്ലാവരും ഉണ്ടല്ലോ. അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വന്നിട്ടുണ്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും. ഞങ്ങൾ ഈ വർഷം തന്നെ 5, 6, 7 നമ്മൾ തുറക്കട്ടാന്ന് ചോദിക്കുക. അപ്പൊ അതെല്ലാം ഇപ്പൊ നമുക്കൊരു ചേർത്തുകൊണ്ട് നമുക്ക് അടുത്ത വർഷം 5, 6, 7 നടപ്പിലാക്കി കുറച്ചുകൂടെ നല്ല റിസൾട്ട്, കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ടാകും. 100-ൽ 100% ജയിച്ചു എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡേർഡുള്ള അല്ലെങ്കിൽ കാര്യമില്ലല്ലോ. അത്രയും ഉണ്ട്. ഈ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒരു മാറ്റം SCRT നിർദ്ദേശിച്ചിരുന്നു. അതൊരു 20% ചോദ്യങ്ങൾ കുട്ടികൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് എക്സലൻസ് ഉള്ള കുട്ടിക്ക് തന്നെ ആയിരിക്കണം എക്സലൻസ് കിട്ടേണ്ടത് എന്നുള്ളൊരു താല്പര്യത്തിലായിരുന്നു അങ്ങനെ ചെയ്തത്.
അത് നമ്മൾ ഇത്തവണ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ വെച്ച്. സാധാരണഗതിയിൽ നമ്മുടെ ചോദ്യ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുമ്പോൾ 50% എളുപ്പമുള്ള ചോദ്യം, ശരാശരി ചോദ്യം ഭൂരിപക്ഷവും, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉള്ള പഠിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഇപ്പോൾ കുട്ടികളെ പരീക്ഷിക്കുന്ന ചോദ്യങ്ങൾ 20% മുമ്പ് കണക്ക് മുന്നോട്ട്. കൂടാതെ മാസ പരീക്ഷയുടെയും CC പരീക്ഷയുടെയും ഒക്കെ ഭാഗമാക്കി മാത്രമല്ല എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ എന്നുള്ള നിലയിൽ 2 വർഷത്തിന് ശേഷം ആ പുതുതലമുറ ചോദ്യങ്ങൾ കൂടി നമ്മൾ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ ഈ 10ാം ക്ലാസ് പരീക്ഷ ഇത്തവണ ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷ പൊതുവെ നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു എന്നാണ് എല്ലാ പത്രങ്ങളും ഓരോ പരീക്ഷയുടെയും പിറ്റേ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നത്. അത് ഇത്തരത്തിലുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ്. പക്ഷെ പൊതുവെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ട്. ഈ സ്കൂൾ കലണ്ടർ അക്കാദമിക് സ്കൂൾ കലണ്ടർ ഉണ്ടല്ലോ, അക്കാദമിക് കലണ്ടർ, അത് തയ്യാറാക്കാൻ വേണ്ടി ഹൈക്കോടതി സെക്രട്ടറി ചുമതലപ്പെടുത്തി 3 വിദഗ്ധന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അത് ഇവിടെ വെച്ചിട്ട് നമ്മൾ കൈമാറി. ഞങ്ങൾ അവരെന്നെല്ലാം ചോദ്യമെടുത്ത് എല്ലാം പത്രങ്ങളിലൊക്കെ തന്നെ വന്നു, പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം വന്നു. നമ്മുടെ ഈ ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ചോദ്യം കൊടുത്ത ആളുടെ ചോദിച്ചത് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചത്. അന്നവർ പറഞ്ഞില്ലെന്ന്. അപ്പോ പിന്നെ ഹൈക്കോടതി കൊണ്ട് പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ പിന്നെ ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാക്കിയിട്ട് നമ്മൾ പറയാം. ഏതാണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അല്ല, ഇതില് നമ്മൾ ഈ കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ടോ? കോടതി ഇടപെട്ടുകൊണ്ട് അതില് ഹൈക്കോടതി അതിന്റെ ഉത്തരവ് ഇറക്കാനാണ് സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു സമിതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു റിപ്പോർട്ട് വാങ്ങിയത്. ആ റിപ്പോർട്ടും കൂടി പഠിച്ച് മനസ്സിലാക്കി അതും കൂടി പരിശോധിച്ചിട്ടായിരിക്കും ഒരു തീരുമാനമെടുക്കുക. അത് കഴിഞ്ഞൊരു ഉത്തരവായിട്ട് ഇറക്കേണ്ടതായിട്ടുണ്ട്. ഈ 10ാം ക്ലാസ് പരീക്ഷയിലെ തുടർ പഠനത്തിന് അർഹത നേടിയ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒട്ടേറെ തുടർ പഠന സാധ്യതകളുണ്ട്. സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ സ്ട്രീമുകളിലായി 46 കോമ്പിനേഷൻ ഉള്ള ഹയർ സെക്കൻഡറി വിഭാഗം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ഡിപ്ലോമ കോഴ്സുകൾ, പോളിടെക്നിക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ഹ്രസ്വവും ദീർഘവുമായ തുടർ പഠന സാധ്യത എന്നിവ കുട്ടികളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. 46 കോമ്പിനേഷനുകളുള്ള ഹയർ സെക്കൻഡറി കോഴ്സുകളിലൂടെ എത്തിച്ചേരുന്ന 25,000-ഓളം ഉന്നത പഠന കോഴ്സുകൾ ഇന്ന് രാജ്യത്ത് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ട്രീമുകളിലെയും ഓരോ കോമ്പിനേഷനുകളും കുട്ടികൾ അടുത്തറിയേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും മെയ് മാസം 13-ന് 10ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് രാവിലെ 10 മണി മുതൽ 1 മണി വരെ ആഫ്റ്റർ 10th ഫോക്കസ് പോയിന്റ് എന്ന പേരിൽ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളൻസ് കൗൺസിലിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. ആയതിനാൽ 10ാം ക്ലാസ് പരീക്ഷ പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്ക് ഇത് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ സമീപ പ്രദേശങ്ങളിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പങ്കെടുക്കാവുന്നതാണ്. ഫോക്കസ് പോയിന്റ് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വഴുതക്കാട് കോട്ടക്കൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് രാവിലെ 9:30 നടക്കുന്നതാണ്. ഇതിന് ഫീസൊന്നുമില്ല, സൗജന്യമായിട്ട് എടുക്കുക. പത്രങ്ങളിലൊക്കെ കൊടുത്താൽ വായിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 30-ാം തീയതി 31-ാം തീയതി സെക്രട്ടറി ഉണ്ട്, അതുകൂടെ കയറ്റി പോകും. നമ്മൾ 4 മണിക്ക് സ്കൂളിൽ വരാം, കോട്ടകൽ സ്കൂളിൽ.